നമസ്കാരം. ഏവർക്കും ആസ്ട്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാഗ്യരേഖ തന്നെ മാറുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില കുട്ടികൾ ജനിച്ച ശേഷം അച്ഛന് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. ചിലർ വന്ന ശേഷം വർഷങ്ങളായി തടസ്സപ്പെട്ട വീടുപണി പൂർത്തിയാകുന്നു. ഇതൊന്നും വെറും യാദൃച്ഛികമല്ല. ജ്യോതിഷശാസ്ത്രമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ വെറും 4 നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവർ ജനിച്ചു വീഴുന്ന കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനും മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുക്കാനും ഈ മക്കൾക്ക് സാധിക്കും. ആ 4 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്ര ഭാഗ്യശാലികളാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ജാതകം മാത്രമല്ല, ആ കുട്ടിയുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതവും മാറുന്നു. പ്രത്യേകിച്ച് പിതാവിൻ്റെ ഭാഗ്യം നിർണ്ണയിക്കുന്നതിൽ പുത്രഭാഗ്യത്തിന് വലിയ പങ്കുണ്ട്. പുരാണങ്ങളിൽ പോലും പുത്രൻ എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. ചില പ്രത്യേക ഗ്രഹങ്ങളുടെ, ഉദാഹരണത്തിന് വ്യാഴം, ശുക്രൻ പോലുള്ള ഗ്രഹങ്ങളുടെ ശക്തമായ സ്വാധീനമുള്ള നക്ഷത്രങ്ങളിലാണ് ഈ മക്കൾ ജനിക്കുന്നത്. ഇവർക്ക് പണമോ സ്വത്തോ ലഭിക്കണമെന്നില്ല. പകരം ഇവർ കാലുകുത്തുന്ന ഇടത്തെല്ലാം ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. നിങ്ങളുടെ മക്കൾ ശാഠ്യം പിടിക്കുന്നവരാണോ? എങ്കിൽ പോലും അവർ ഈ പട്ടികയിൽ ഉണ്ടായേക്കാം. നമ്മൾ പറയാൻ പോകുന്ന ആ 4 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം രാജയോഗമുള്ള നക്ഷത്രമാണ്. ഇവർ ജനിച്ചാൽ ആ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ നക്ഷത്രം അച്ഛൻ്റെ ഭാഗ്യം ഇരട്ടിയാക്കുന്ന നക്ഷത്രമാണ്. മൂന്നാമത്തേത് ബുദ്ധിശക്തിക്കും 4-മത്തേത് ദീർഘായുസ്സിനും പേരുകേട്ട നക്ഷത്രങ്ങളാണ്. നിങ്ങളുടെ മക്കളുടെ നക്ഷത്രം താഴെ പറയുന്നവയിലുണ്ടെങ്കിൽ അവർക്ക് വലിയ തോതിലുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടി വരില്ല. പകരം അവരെ ശരിയായ വഴിക്ക് നയിച്ചാൽ മാത്രം മതിയാകും. ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ്. രോഹിണി, ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി. ഇവർ ജനിക്കുന്ന കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ഉറപ്പാണ്. മകം, പിതൃക്കളുടെ അനുഗ്രഹമുള്ള നക്ഷത്രം. മകം പിറന്ന മങ്ക എന്ന് കേട്ടിട്ടില്ലേ? ഇത് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ്. ഇവർ കുടുംബത്തിൻ്റെ പേര് ഉയർത്തും. പുണർദം, ശ്രീരാമൻ ജനിച്ച നക്ഷത്രമാണ് പുണർദം. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും. ഉത്രം, സൂര്യൻ്റെ പ്രഭാവമുള്ള നക്ഷത്രമാണ് ഉത്രം. അച്ഛൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഈ കുട്ടികൾ ജനിച്ച ശേഷം ഉണ്ടാകാം. ഈ 4 നക്ഷത്രങ്ങളിൽ പെടാത്ത കുട്ടികൾ ഭാഗ്യമില്ലാത്തവരാണെന്ന് ഇതിനർത്ഥമില്ല. ഓരോ കുഞ്ഞും ഓരോ ഭാഗ്യമാണ്. എന്നാൽ ജ്യോതിഷപരമായി ഈ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക മുൻതൂക്കങ്ങളുണ്ട്. നിങ്ങളുടെ മക്കളുടെ നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യൂ. അവർക്ക് അനുയോജ്യമായ വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആസ്ട്രോ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.